إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ, സർവശക്തനായ പടച്ച റബ്ബിന്റെ പവിത്രമായ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി സംതൃപ്തിയും സമാധാനവുമുള്ള ജീവിതം നയിക്കുകയും വരാനിരിക്കുന്ന പരലോക ജീവിതത്തിൽ മോക്ഷം നേടിയെടുക്കുകയും ചെയ്യുന്ന ഉത്ബുദ്ധരിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം വിദേശാധിപത്യത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി 79 വർഷം പിന്നിടുകയാണ്. 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് രാജ്യനിവാസികൾ, നമ്മൾ ഓരോരുത്തരും. വർണ്ണാഭമായ തോരണങ്ങളും അലങ്കാരങ്ങളുമായി മനസ്സും മണ്ണും മാറിക്കൊണ്ടിരിക്കുന്ന സവിശേഷ സന്തോഷ നിമിഷം കൂടിയാണിത്. ഈ സമയത്ത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാഴ്ചപ്പാടുകളും പല ആശയങ്ങളും പല ചിന്തകളും പല പങ്കുവെക്കലുകളും ഒക്കെ നമുക്ക് പരിചിതമാണ്. കാലാകാലങ്ങളിലായി നമ്മൾ കേട്ടുവരുന്ന ക്വസ്റ്റ്യൻസും ആൻസറുകളും തോട്ട്സുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പ്രത്യേകം ക്വിസ് മത്സരത്തിലൊക്കെ പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പല വാചകങ്ങളിൽ നിന്നും. ഇപ്പൊ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ ബാലഗംഗാധരത്തിലെ. അതേപോലെ തന്നെ ഫ്രീഡം ഗ്ലോബൽ വ്യൂ പോയിന്റ്, സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആഗോള കാഴ്ചപ്പാടിൽ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുന്ന ചിന്ത പങ്കുവച്ചതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടി സുപരിചിതമായി പ്രചാരത്തിലുള്ളത് മാൻ ബോൺ ഫ്രീ,
എവരിവൺ സെയിം എന്ന് പറയാറുണ്ട്. ഫ്രഞ്ച് ദാർശനികനായ റൂസോയുടെ. അഥവാ മനുഷ്യൻ ജനിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്, പക്ഷേ എങ്കിൽ എല്ലായിടത്തും അവൻ ബന്ധനത്തിലാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനു മുമ്പേ ചരിത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യവുമായി, നീതിയുമായി, മനുഷ്യ വിമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രപഞ്ച പരിപാലകനും സംരക്ഷകനും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നിർണയിച്ചു തന്ന വിധാതാവും സ്രഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചതുമായി ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യത്തിന്റെയും ധർമ്മത്തിന്റെയും വിമോചനത്തിന്റെയും നീതിയുടെയും സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഏതൊരു സമൂഹവും അധസ്ഥിതരായി തീരുമ്പോൾ, അത് വിശ്വാസപരമായും സാമൂഹികമായും പിന്നാക്കം പോകുമ്പോൾ, മനുഷ്യനെ തന്നെ അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം. രണ്ട് ലോകത്തും രക്ഷ ലഭിക്കുന്ന വിധത്തിലേക്ക് പ്രവാചകന്മാരുടെ നിയോഗം കാലാകാലങ്ങളിലായി നടന്നിരുന്നു എന്നാണ് സർവ പ്രമാണങ്ങളും പഠിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായി വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ചരിത്രം പങ്കുവച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ നിയോഗം ഡയറക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഈ വിമോചനത്തിന്റെ വിളിയാളങ്ങളെ കുറിച്ചുള്ള വീണ്ടും വിചാരത്തിലേക്ക് വിശ്വാസികളെ, അതല്ലെങ്കിൽ മാനവ കുലത്തെ സർവ്വസമയങ്ങളിലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഫറോവ എന്ന് പറയുന്ന ഏകാധിപതി റാംസസ് രണ്ടാമൻ ബനു ഇസ്രായേൽ വംശത്തെ അടിച്ചമർത്തി അടിമകൾ ആക്കി തീർത്തുകൊണ്ട് അങ്ങേയറ്റം പീഡന പർവം ഏൽപ്പിച്ച സന്നിഗ്ധ ഘട്ടത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിതനായി തീരുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചനം എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 141 ആയത്തിലും 14-ാം സൂക്തത്തിലും 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 47-ാമത്തെ ആയത്തിലും 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 5 മുതൽ 5-6 സൂക്തങ്ങളിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു പ്രയോഗം വൈദ അൻജൈനാകും മിൻ ആലി ഫിർഔൻ, ബനു ഇസ്രായേൽ സമൂഹമേ നിങ്ങളെ, അൻജൈനാകും നാം നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് തുറവി നൽകുകയാണ്, മിൻ ആലി ഫിർഔൻ അങ്ങേയറ്റം നിങ്ങൾക്ക് ഉപദ്രവം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പീഡനം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന, അതിൽ ആൺകുട്ടികളെ പ്രത്യേകം അറുവര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിർഔനിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് ഇതാ മോസസ് പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമെ നിയോഗിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ആ ചരിത്രം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പഠിപ്പിക്കുകയാണ്. നമ്മളത് പലവരും വായിക്കുകയും പഠിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ ആയത്തിൽ വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാല അല്ലതി കാനത് അലൈഹിം, പ്രവാചകൻ പ്രബോധിത സമൂഹത്തിനടക്ക് നിർവഹിച്ച പല ഉദ്യമങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് വയളഉ അൻഹും, പ്രബോധിത സമൂഹത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുകയാണ്, അവരുടെ ഭാരങ്ങളെ എടുക്കുകയാണ്. വല്ലഗ്ലാല, ചങ്ങലകളെയും ബന്ധനങ്ങളെയും, അല്ലതി കാനത് അലൈഹിം, അവരുടെ മേൽ ബന്ധിക്കപ്പെട്ടിരുന്നതായ ചങ്ങലക്കെട്ടുകളെയും ഭാരങ്ങളെയും പ്രവാചകൻ അവരിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. അതിൽ പരിഹരിക്കുന്നതിന് വേണ്ടി, അവർക്ക് തുറവി നൽകുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി, നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു എന്നാണ്. അടിമത്ത സമ്പ്രദായം ഉണ്ടായിരുന്നു. അടിമ വിമോചനം പല വിഷയത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളിൽ നിഷ്കർഷിക്കപ്പെട്ടതാണ്. 90-ാം അധ്യായം സൂറത്തുൽ ബലദിലെ 13-ാം സൂക്തത്തിൽ അടിമകളെ മോചിപ്പിക്കുന്നത് അതിപ്രധാനമായ പുണ്യകർമ്മമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയും ചരിത്രം മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യവും നീതിയും നിഷേധിക്കപ്പെട്ട സമയത്തെടുത്ത നിലപാട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈജിപ്തിലേക്ക് ഗവർണറായി നിയോഗിച്ച അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക സംവിധാനത്തിന്റെ മൊത്തം ഭരണം ഇസ്ലാമിക ലോകത്തിന്റെ 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിലാണ്.
എന്നാൽ ഈജിപ്ത് പ്രവിശ്യ അംർ ബിൻ ആസ് അതിന്റെ ഗവർണർ. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളയും അതേപോലെ തന്നെ ഒരു കിബ്തിയായ ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ തമ്മിൽ ഒരു മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ ഈജിപ്തിന്റെ ഭരണാധികാരിയും ഗവർണറുമായ അംർ ബിൻ ആസിന്റെ മകൻ തോറ്റുപോവുകയാണ്. ആ തോൽവി സമ്മതിക്കാതെ ഈ ക്രൈസ്തവ ചെറുപ്പക്കാരനെ അടിച്ച് പ്രയാസപ്പെടുത്തി പരിക്കേൽപ്പിച്ചു. പരാതിയുമായിട്ട് മദീനയിലേക്ക് ഈ ചെറുപ്പക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് എത്തി. അംർ ബിൻ ആസിനെയും മകനെയും ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വിളിക്കുകയാണ്. അനസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അംർ ബിൻ ആസ് ഇരിക്കുന്നുണ്ട്, മകൻ ഇരിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചോദ്യം ചെയ്യപ്പെട്ടു, എന്തിനു വേണ്ടിയാണ് ആക്രമിക്കപ്പെട്ടത്? യാതൊരു ന്യായീകരണവുമില്ല. അധികാരത്തിന്റെ ഗർവിൽ പിതാവ് ഉന്നത പദവിയിലാണ് എന്ന നിലക്ക് തോൽവി ഉണ്ടായിട്ട് പോലും അത് അംഗീകരിക്കാതെ സ്വാതന്ത്ര്യവും നീതിയും നിഷേധിക്കുവാനുള്ള പവർ ഉണ്ടായത് ഈ അധികാരത്തിന്റെ തണലിലാണ് എങ്കിൽ അത് ഇസ്ലാം സമ്മതിക്കുന്നില്ല എന്ന നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു ആക്ഷൻ എടുക്കുകയാണ്. ആർക്കെതിരെയാണ് ആക്ഷൻ എടുക്കുന്നത്? അംർ ബിൻ ആസ് എന്ന പ്രവിശ്യ ഗവർണർക്കെതിരെയും അതേപോലെ തന്നെ ആ ഗവർണറുടെ മകൻക്കെതിരെയും. എന്നിട്ട് ഈ ചെറുപ്പക്കാരനായ ക്രിസ്ത്യൻ യുവാവിന്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തുകൊണ്ട് അടിക്കാൻ പറയുകയാണ്. അടിച്ചടിച്ച് അവസാനം വടി വാങ്ങിക്കൊണ്ട് അംർ ബിൻ ആസിനെയും, ഇദ്ദേഹം ഗവർണർ ആയതുകൊണ്ടാണല്ലോ ആ ഭരണത്തിന്റെ തണലിൽ നിന്നോട് ഈ അന്യായം അക്രമം പ്രവർത്തിച്ചത്, അതുകൊണ്ട് ഗവർണർക്കും രണ്ടടി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, എന്നെ അടിച്ചവനായ മനുഷ്യൻ ഞാൻ അടിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ എനിക്ക് അടിക്കേണ്ടതില്ല എന്ന്. ഇതാണ് ഇസ്ലാമിക ലോകവും ഇസ്ലാമിക ഭരണാധികാരികളും ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരികളിൽ പ്രവാചക പിന്മുറക്കാരിൽ നിന്നും ഈ ലോകം പരിചയപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറായിട്ടുള്ള അംർ ബിൻ ആസിനോട് പറഞ്ഞ പ്രയോഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റൂസോയും അതല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കോട്ടിങ്സുകളിലും ക്യാപ്ഷനുകളിലും പലപ്പോഴും കേൾക്കുന്നതിൽ നമുക്ക് അപരിചിത്വം ഉണ്ടാകുന്ന ഈ വാചകം ഇസ്ലാമിക ലോകത്തിന്റെ നീതിയുടെ പ്രതീകമായ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഗവർണറോട് പങ്കുവെക്കുകയാണ്. താങ്കൾ ഗവർണറാണ്, പക്ഷേ ഈ അധികാരം നൽകിയിട്ടുള്ളത് ആളുകൾക്ക് മേൽ അധീശത്വം ചെലുത്തുന്നതിന് വേണ്ടിയല്ല. ഇതൊക്കെ പുതിയ കാലത്ത് എത്രമേൽ പ്രസക്തമാണ് എന്ന് വർത്തമാന കാലത്തെ അധികാരി വർഗങ്ങളുടെ വിവിധ നടപടിക്രമങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ജനങ്ങളെ അടിമകളാക്കി തീർക്കുന്നത് എപ്പോൾ മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്? അവർക്ക് ജനങ്ങളെ അവരുടെ മാതാക്കൾ സ്വാതന്ത്ര്യത്തോടു കൂടിയാണല്ലോ പ്രസവിച്ചിട്ടുള്ളത്. പിന്നെ എന്നു മുതലാണ് അടിമകളാക്കി തീർക്കാൻ തുടങ്ങിയത് എന്ന് ഗൗരവപ്പെട്ട വചനം കൊണ്ട് ഉത്ബോധനവും താക്കീതും നൽകുകയാണ് ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവിശ്യ ഗവർണറായ അംർ ബിൻ ആസിനോട്. അഥവാ നോൺ മുസ്ലിംസിന്റെ നീതിയും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട സമയത്തുള്ള ഇടപെടലാണ്. ഈ ഇടപെടൽ ഇസ്ലാമിക ലോകത്തിന് എക്കാലവും പരിചിതമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം കടന്നു വരുമ്പോൾ നീതിയും സമാധാനവും സ്വാതന്ത്ര്യവും ചർച്ചക്കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിനത്തിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ ആത്മീയമായ ഫ്ലാഷ് ബാക്കുകൾ, ആത്മീയമായിട്ടുള്ള ഇന്നലകൾ, ആത്മീയമായ പ്രമാണ പരിസരങ്ങൾ ഇസ്ലാമിക ഉമ്മത്തിന്റെ അഭിഷേകമായി എമ്പാടുണ്ട് എന്ന് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 35-ാമത്തെ സൂക്തമാണ് ആമുഖമായി ഓതിക്കേൽപ്പിച്ചത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാടിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ നന്മക്ക് വേണ്ടി, നിർഭയത്വത്തിന് വേണ്ടി മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഈ പ്രാർത്ഥനയ്ക്ക് 2 ഭാഗമുണ്ട്. 2 ഭാഗവും വർത്തമാനകാല പരിസര സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ചർച്ചകളിലും ചിന്തകളിലും വളരെ പ്രാധാന്യത്തോടുകൂടി ഇസ്ലാമിക ഉമ്മത്ത് മനസ്സിലാക്കേണ്ടതുമാണ്. വൈദ ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ, റബ്ബേ എന്റെ രക്ഷിതാവേ, ഇജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ, ഈ രാജ്യത്തെ, ഈ മക്കയെ നീ സമാധാനമുള്ള നാടാക്കി തീർക്കണമേ എന്ന്. അപ്പൊ ഇബ്രാഹിമി മില്ലത്ത് അനുവർത്തിക്കുന്ന ആ പാതയിലൂടെ കടന്നു പോകാനും ആ മില്ലത്തിനെ പ്രാവർത്തികമാക്കുവാനും ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും കാലം എത്ര പിന്നിട്ടാലും ജനിച്ച നാടിനോടും
ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തും സമാധാനവും നിർഭയത്വവും ഉണ്ടാകുകയും അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും നിലകൊള്ളുകയും ചെയ്യുക എന്നത് മതപരമായ ബാധ്യത തന്നെയാണ്. നിർഭയത്വമുള്ള നാടാക്കി തീർക്കണം. പ്രാർത്ഥിക്കുകയാണ് അതിന്റെ അർത്ഥം. അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശ്വാസികൾ എക്കാലവും ഈ മണ്ണിനോട്, ജന്മനാടിനോട് നീതി പുലർത്തി നിർവഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള A to Z ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം നാമധേയങ്ങളും ഇസ്ലാമിക മുസ്ലിം മത പണ്ഡിറ്റുകളുടെയും ഇസ്ലാം മത വിശ്വാസികളുടെയും ആകുമെന്നത് നിസ്സംശയം നിഷ്പക്ഷമായി ചരിത്രം വായിക്കുന്ന, വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഇനി അതിന്റെ രണ്ടാം ഭാഗമുണ്ട്. എന്നെ നീ അകറ്റണം, എന്റെ മക്കളെ ബിംബങ്ങളെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെടുത്തി അതിൽ നിന്ന് പരിപൂർണമായി മാറ്റി നിർത്തണമെന്ന് 4 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മഹാപ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാടിന്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് തന്നെ ശിർക്കും തൗഹീദും തമ്മിലുള്ള വളരെ വ്യക്തമായ വിശുദ്ധമായ തലം പടച്ചുറപ്പിനോട് ആവശ്യപ്പെട്ടു എങ്കിൽ അത് ഈ കാലവും ആവശ്യപ്പെടുന്നതാണ്. അത് വന്ദേ മാതരം ചൊല്ലുന്ന വിഷയത്തിലായിരുന്നാലും നിലവിളക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നാലും ഇസ്ലാമിക ഉമ്മത്ത് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സെക്യുലറിസവും മതേതരത്വവും തെളിയിക്കുന്നതിന് വേണ്ടി പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളിലേക്കും ചേക്കേറിക്കൊണ്ട് സ്വത്വബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മതബോധവും മതേതരബോധവും തെളിയിക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പേയുള്ള ഇബ്രാഹിം മില്ലത്തിലെ പ്രാർത്ഥനയും പ്രവർത്തനവും പ്രതീക്ഷയായി വീണ്ടെടുക്കേണ്ട സമയം കൂടിയാണ്. അതിലേക്ക് തന്നെയാണ് ഈ ഉമ്മത്ത് മടങ്ങ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതിനെന്താ കുഴപ്പം എന്നതല്ല, മറിച്ച് ശിർക്കിലേക്ക്, ബഹുദൈവാരാധന ചിന്തയിലേക്ക്, തൗഹീദി വിശുദ്ധി മലിനമാക്കുന്ന എന്തുണ്ടെങ്കിലും لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد. ആദർശ പ്രഖ്യാപനമാണ്, ആദർശ വ്യതിരിക്തത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മദീനയിലും മക്കയിലും ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രൈസ്തവരുടെയും ജൂതരുടെയും മുസ്ലിക്കുകളുടെയും ന്യായമായ അവകാശങ്ങൾ ഹനിക്കാതെ അതെല്ലാം ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനിടയ്ക്ക് അതിമനോഹരമായി വകവെച്ചു കൊടുത്ത പ്രവാചകൻ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞത്. അഥവാ എന്റെ മതവും വിശ്വാസവും തൗഹീദും അത് അനുസരിച്ച് അത് കൃത്യമാക്കി വ്യക്തമാക്കി സുദൃഢമാക്കി മുന്നോട്ട് പോകാൻ എനിക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. രണ്ടും ഒരു തരം മിങ്കിൾ കൾച്ചറാക്കിക്കൊണ്ട് സമാധാനം തിരിച്ചുപിടിക്കുകയും സൗഹാർദ്ദം നിലനിർത്തുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നിർഭയ ക്ഷേമ രാഷ്ട്രം അവരവരുടെ മതകീയ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിൽക്കണം. അതാണ് ഇസ്ലാം കാംക്ഷിക്കുന്നത്. അത് ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനവും 80ാമത്തെ സ്വാതന്ത്ര്യ ദിനവും 79 വർഷം സ്വാതന്ത്ര്യം അത് പിന്നിടുന്ന ഈ സവിശേഷ സമയത്തും വിശുദ്ധ ഖുർആനിലെ 106-ാം അധ്യായം സൂറത്ത് ഖുറൈശിലെ 3-4 സൂക്തങ്ങളിൽ എവിടെയായിരുന്നാൽ എന്നായിരുന്നാലും കാലം എത്രമേൽ മുന്നോട്ട് പോയാലും കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. വിശപ്പിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവരാണ്. പട്ടിണിയും പരിവട്ടവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നു എങ്കിൽ, അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് നിങ്ങൾ വസിക്കുന്നത് എങ്കിൽ, ഭയപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് പടച്ചറബ് നിർഭയത്വം നൽകിയിട്ടുണ്ട് എങ്കിൽ, അപ്പൊ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയാം. അതേപോലെ തന്നെ വിശപ്പില്ലാതെയും ജീവിക്കാൻ കഴിയാം. ഈ നിഅമത്ത് നിങ്ങൾക്കുണ്ട് എങ്കിൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റുകളുടെ ആവശ്യമില്ല. കഅബയുടെ നാഥനെ ആയിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് സൂറത്ത് ഖുറൈശിലെ സൂക്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ പൂർവ്വസൂരികളും നിർവഹിച്ചത്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അവർ ഈ പറഞ്ഞ വിഷയങ്ങൾ, അഥവാ നാടിന്റെ നന്മക്ക് വേണ്ടി, നിർഭയത്വത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി
പരിശ്രമിച്ചിടത്തൊക്കെ അത് വിശ്വാസികളുടെ ആത്മീയ ബാധ്യത കൂടിയായി കണക്കാക്കിക്കൊണ്ടാണ് ആ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ 1947 ഓഗസ്റ്റ് 15 രാവിലോ പ്രഭാത സമയത്തോ ബ്രിട്ടീഷ് അധിനിവേശം ഒരു പുലരിയിൽ കയ്യിൽ അങ്ങ് വെച്ച് തരികയായിരുന്നില്ല. ഈ മഹാഭാരതത്തിന്റെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ത്യാഗം നൽകി, ജീവൻ നൽകി, ജീവിതം നൽകി, ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയതിന് ശേഷമാണ് അത് കിട്ടിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 75-ാം സൂക്തത്തിൽ വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ എന്ന സൂക്തമുണ്ട്. വമാ ലക്കും നിങ്ങൾക്ക് എന്തുണ്ട്? വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണോ, പ്രവാചക ചര്യ അനുസരിച്ച് ജീവിക്കുന്നവരാണോ, ഇസ്ലാം മത വിശ്വാസികളാണോ, പണ്ഡിതരാണോ, പാമരരാണോ, ആരുമാകട്ടെ അല്ലാഹ് നമ്മോട് ചോദിക്കുകയാണ്, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ, നീതിയുടെ മാർഗത്തിൽ, സ്വാതന്ത്ര്യത്തിന്റെ മാർഗത്തിൽ, ധർമ്മത്തിന്റെ മാർഗത്തിൽ, അതിജീവനത്തിന്റെ മാർഗത്തിൽ ദുർബലർക്ക് വേണ്ടി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ, ദുർബലരായ പീഡിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വൽ വിൽദാൻ, കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നില്ല എന്ന്. ഈ ആയത്തിനെ ഞാൻ ഉദ്ധരിച്ചത് ഈ ഇന്നലകളിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ, മുൻഗാമികളായ നേതാക്കന്മാർ, ഇസ്ലാം മത വിശ്വാസികൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതിന്റെ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് ആയത്തുകളുടെയും ഹദീസുകളുടെയും അഥവാ ഇസ്ലാമിക് തിയോളജിയുടെയും ഫിലോസഫിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിക ചിന്ത, ഇസ്ലാമിക വിശ്വാസം, ഉലമാക്കളുടെ ഫത്വകൾ, അതേപോലെ തന്നെ ഖിലാഫത്ത്, അതുപോലെ തന്നെ ജിഹാദ്, ഇതൊക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അതിന്റെ വീതിയിൽ ചർച്ചക്കെടുക്കപ്പെട്ട പദപ്രയോഗങ്ങളായിരുന്നു എന്ന് മൗലാന അബുൽ കലാം ആസാദ്, മൗലാന എന്ന് നമ്മൾ പറയാറുള്ളത്. തൃത്വം എന്ന ഫ്രീഡം ഫൈറ്റേഴ്സിലെ തൃത്വം എന്നറിയപ്പെടുന്നവരാണ് ഫാദർ ഓഫ് അവർ നാഷൻ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ്. ഗാന്ധിജിയും നെഹ്റുവും അബുൽ കലാം ആസാദും അതിൽ ഗാന്ധിജി രാമഭക്തനായിരുന്നു, അതേപോലെ തന്നെ നെഹ്റു യുക്തിവാദിയായിരുന്നു. ഒരു മതത്തോട് പ്രത്യേകം ആഭിമുഖ്യമില്ലാതെ തികഞ്ഞ സെക്യുലറിസ്റ്റായി ജീവിച്ച ഒരു മഹാമനീഷിയായിരുന്നു. എന്നാൽ അബുൽ കലാം ആസാദ് മൗലാന എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പേര് പറയാറുള്ളത്. മൗലാന എന്ന് പറഞ്ഞാൽ മതപണ്ഡിതൻ എന്നാണ്. മൗലാന എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ കൾച്ചർ പ്രത്യേകം നമുക്ക് അറിയുന്നവർക്ക് അറിയാവുന്നതാണ്. മൗലാന എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണ്ഡിതൻക്കാണ് മൗലാന എന്ന് പ്രയോഗിക്കല്. അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി മാറിയ അബുൽ കലാം ആസാദ് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും കൂടെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ യൂണിയൻ ജാക്ക് പതാക താഴ്ത്തിക്കെട്ടി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക വാനിൽ പാറിക്കളിക്കും വിധത്തിൽ പരിശ്രമത്തിൽ ഏർപ്പെട്ട അബുൽ കലാം ആസാദ് സാത്വികനായ, വിശുദ്ധ ഖുർആനിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു മൗലാനയായിരുന്നു എന്നാണ്. അപ്പൊ ഒരു മൗലാനക്ക് ആത്മീയമായും ഐഹികമായും രാഷ്ട്രീയമായും രാഷ്ട്രപരമായും നിർവഹിക്കുവാനുള്ള ദൗത്യമായിരുന്നു അധിനിവേശത്തിനെതിരെ പടപൊരുതുക എന്നത്. 1912 ആരംഭിച്ച അൽ ഹിലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാഗസിനിൽ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഉദ്ധരിക്കപ്പെട്ടിരുന്നത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഇസ്ലാമിക ചരിത്രവും. അതായത് ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ ബോധം വളർത്തുന്നതിന് വേണ്ടി വലിയ പങ്ക് വഹിച്ചത്, അതേപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയും. ആയത്തുകളും ഹദീസുകളും ഇസ്ലാമിക ചരിത്രവും ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഉമ്മത്തിനെ അധിനിവേശത്തിനെതിരെ സമരസജ്ജരാക്കി നിർത്തുക എന്ന് ഓക്സ്ഫോർഡ് പഠനത്തിൽ വരെ രേഖപ്പെടുത്തിയത് അബുൽ കലാം ആസാദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ബോധം തന്നെയായിരുന്നു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഇൻസ്പിരേഷൻ, അതിന്റെ പ്രേരകവും പ്രചോദനവും എന്ന് പറയാം. അതിന്റെ പ്രേരകവും പ്രചോദനവും. അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ മതേതര നിലപാട് വ്യക്തമാക്കി, മതബോധവും വ്യക്തമാക്കി, സ്വത്വബോധവും മതബോധവും വ്യക്തിത്വബോധവും ആത്മീയ ബോധവും നഷ്ടപ്പെടുത്തിയായിരുന്നില്ല ഈ വലിയ ദൗത്യം നിർവഹിച്ചത്. ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ, അതേപോലെ തന്നെ ജംഇയ്യത്തുൽ ഉലമാഇ ഹിന്ദ് എന്ന് പറയുന്ന വലിയ സംരംഭ പ്രസ്ഥാനം, അലി സഹോദരന്മാര്, അതിനു മുമ്പേ കേരളീയ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു എങ്കിൽ ആ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ രചിക്കപ്പെട്ട തുഹ്ഫത്തുൽ മുജാഹിദീൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ
പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ അഥവാ ദേശീയ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പലതും നടത്തപ്പെടുന്നതിന്റെ മുമ്പ് മലബാർ മേഖലയിൽ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ഇസ്ലാമിക ഉമ്മത്തിനെ സജ്ജമാക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ, ധർമ്മസമരം ചെയ്യുന്നവർക്കുള്ള സമ്മാനം എന്ന പേരിൽ അത് കേരളത്തിന്റെ പ്രഥമ ചരിത്ര ഗ്രന്ഥമായിട്ടും രേഖപ്പെടുത്തപ്പെടുകയാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, നമ്മുടെ പൂർവ്വസൂരികൾ നിർവഹിച്ച ഈ ദൗത്യം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ ദൗത്യം മാത്രമായിരുന്നില്ല, ആത്മീയമായ ദൗത്യം കൂടിയായിരുന്നു. ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെയും ബോധ്യപ്പെടുത്തപ്പെട്ടതിന് അവർ ജീവിച്ച വർത്തമാന കാലത്ത് അവർ എഴുന്നേറ്റ് നിന്ന് ആ ധർമ്മം അവർ നിർവഹിച്ചു. അതുകൊണ്ടാണ് പിന്നീട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1948 ഏപ്രിൽ 26 ജംഇയ്യത്ത് ഉലമായ ഹിന്ദിന്റെ 15ാമത് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത്. മുസ്ലിം സാധാരണക്കാരും പണ്ഡിതന്മാരും ഇരിക്കുന്ന ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ കാൽപാദങ്ങളിൽ പറ്റിപ്പിടിച്ച മണൽത്തരികൾ എന്റെ കണ്ണിലെ കൃഷ്ണമണിക്ക് സമാനമാണ് എന്ന്. അങ്ങനെയാണ് ഇന്ത്യയുടെ ഇന്നലകളിലെ ഭരണാധികാരികൾ ഈ ഉമ്മത്തിനെയും ഈ ഉമ്മത്തിലെ പൂർവ്വസൂരികളെയും കണക്കാക്കിയതും അവരുടെ കാഴ്ചപ്പാടും അവരുടെ ബന്ധങ്ങളും ആ രൂപത്തിലായിരുന്നു. പക്ഷേ പുതിയ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യവും നീതിയും മനുഷ്യാവകാശവും ജീവിക്കാനുള്ള അവകാശവും ഭക്ഷണാവകാശവും അതേപോലെ വിദ്യാഭ്യാസ അവകാശവും ഒക്കെ എവിടെ എത്തി എന്നുകൂടി ആലോചിച്ചു കഴിഞ്ഞാൽ ആശങ്കയുണ്ട്. ആശങ്ക കിടക്കും. ജനാധിപത്യം പ്രതിസന്ധി നേരിടുന്ന സമയത്തും പ്രതീക്ഷയുണ്ട് എന്ന വർത്തമാനകാല അനുഭവങ്ങൾ പുതുതലമുറകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ പുതുതലമുറയുടെ വിളിയാണങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവരുടെ എനർജിയെ രാഷ്ട്രബോധവും നാഷണൽ ഇന്റഗ്രിറ്റി ദേശീയോദ്ഗ്രഥനവും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ രാജ്യത്തിന്റെ മുൻകാല പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന ഒരു സന്തോഷം കൂടി ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന് നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണമായ സ്വരാജ് സാധ്യമാകും വിധത്തിലുള്ള അനക്കങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ. الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام والصلاة والسلام على رسوله الكريم الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് പൂർണ്ണമായും വിധേയപ്പെട്ട് പ്രത്യേകമായ സമയ സന്ദർഭ സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും എല്ലാം കാണുന്ന പടച്ച റബ്ബിന്റെ കൽപ്പനകൾ ഇഷ്ടത്തോടെ നിറവേറ്റി ഉത്ബുദ്ധതയുള്ള തഖ്വയുള്ള ധർമ്മനിഷ്ഠയുള്ള വിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷത്തിലെ 3ാമത്തെ മാസത്തിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിക്കുകയാണ്. ഹിജ്റ വർഷം 12 മാസമാണ്. 1ാമത്തെ മാസം മുഹറം, 2ാമത്തേത് സഫർ, 3ാമത്തേത് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും പല മാറ്റങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. പല കർമ്മങ്ങൾ, പല അനുഷ്ഠാനങ്ങൾ, പല ആചാരങ്ങൾ, ആഘോഷങ്ങളൊക്കെ മതപരമായ പുണ്യം എന്ന നിലക്ക് ആചരിക്കപ്പെടുന്ന നിർവഹിക്കപ്പെടുന്ന അവസ്ഥയും അനുഭവങ്ങളും കാഴ്ചകളും ഉണ്ടാവും. എന്നാൽ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതപരമായി നിർവഹിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പ്രാമാണികമായിരിക്കണം. അതുകൊണ്ട് ഹിജ്റ വർഷം 12 മാസമാണ് എങ്കിൽ ഓരോ മാസത്തിലും അതല്ലെങ്കിൽ ഓരോ ദിനത്തിലും അതുമല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻ പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രത്യേകം നിർവഹിക്കണം എന്നുണ്ട് എങ്കിൽ മതം പൂർണ്ണമായി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയിക്കും. അതുകൊണ്ടാണ് ഹിജ്റ വർഷത്തിലെ പ്രഥമ മാസം സമാഗതമായ സമയത്ത് നമ്മൾ പറഞ്ഞത് മുഹറം മാസം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പവിത്ര മാസമാണ്. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറവും റജബും 4 പവിത്ര മാസങ്ങളുണ്ട് എന്ന് അതിൽപ്പെട്ട മാസമാണ്. അതേപോലെ മുഹറം മാസത്തിൽ താസുഅ, ആഷൂറ നോമ്പുണ്ട് എന്ന് നമ്മൾ പറയും. ആ നോമ്പ് അനുഷ്ഠിക്കൽ പ്രബലമായ സുന്നത്താണ് എന്നും. അതുപോലെ തന്നെ മുഹറം മാസത്തിൽ ചില ആളുകൾ ദുശകനമായി കണക്കാക്കും, അതിന്റെ യാതൊരു ആവശ്യവുമില്ല എന്ന സന്ദേശം നൽകും.
അതേപോലെ തന്നെ സഫറിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. എന്നാൽ ഹദീസിൽ സഫറിനെ സംബന്ധിച്ച് പ്രയോഗമുണ്ടോ? ഉണ്ട്. ലാ സഫറ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ലാ സഫറ എന്ന് പറഞ്ഞാൽ അറബികളിൽ പലർക്കും പുരാതന കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു സഫറിനും ശകുനമുണ്ട് എന്ന്. പ്രവാചകൻ അതിനെ തിരുത്തി സഫർ ഒരു മാസമാണ്, അതിന് യാതൊരു ശകുനവുമില്ല എന്ന്. പിന്നീട് ആ മാസത്തിൽ എന്തെങ്കിലും നിർവഹിക്കാനുണ്ടോ? ഇല്ല. സ്വാഭാവികമായി വിശ്വാസികൾ നിർവഹിക്കുന്നൊക്കെ നിർവഹിക്കുക. നമസ്കാരവും വിശുദ്ധ ഖുർആൻ പാരായണങ്ങളും. ഇനി നോമ്പ് നോൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാം. അതേപോലെ തന്നെ എല്ലാ ഹിജറ വർഷത്തിലെയും അറബ് മാസത്തിലെ 13, 14, 15 തീയതികളിൽ മധ്യഭാഗത്തെ 3 ദിനങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ മാസത്തിലും. അങ്ങനെയെങ്കിൽ 3-ാമത്തെ മാസം റബീഉൽ അവ്വലിലേക്ക് എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് വല്ലതും നിർവഹിക്കാനുണ്ടോ? യാതൊന്നും നിർവഹിക്കാനില്ല. എന്നാൽ ആ മാസത്തിന്റെ എന്തെങ്കിലും ചരിത്രപരമായിട്ട് പ്രാധാന്യമുണ്ടോ? ചരിത്രപരമായിട്ട് അതിൽ രേഖപ്പെടുത്തപ്പെട്ടത് ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-ന് മരിച്ചു എന്നത് പ്രബലമായ പ്രമാണമാണ്. റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നത് പ്രബലമായ പ്രമാണം, സഹീഹായ രേഖ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വലിലാണോ? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല മാസങ്ങളിലും പല തീയതികളിലും പറയപ്പെടുന്നുണ്ട്. ഇനി പ്രവാചകൻ റബീഉൽ അവ്വലിൽ ജനിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രവാചകൻ നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രവാചകൻ ജനിച്ചത് തിങ്കളായതുകൊണ്ട് എന്തെങ്കിലും നിർവഹിക്കാനുണ്ടോ? അതിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മാസത്തിലും, റബീഉൽ അവ്വൽ മാസത്തില്ല, എല്ലാ മാസത്തിലും തിങ്കൾ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുണ്ട്. അതല്ലാതെ റബീഉൽ അവ്വൽ മാസത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ആചാര, ആഘോഷ, അനുഷ്ഠാന കർമ്മങ്ങൾക്ക് പ്രമാണങ്ങൾ കാണാൻ സാധ്യമല്ല. ആയിരക്കണക്കിന് ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു ലഈഫായ ദുർബലമായ ഹദീസ് പോലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി രേഖ ഈ മാസത്തിൽ കാണുവാൻ, ഈ മാസത്തിൽ നിർവഹിക്കാൻ രേഖ കാണുവാൻ നമുക്ക് കഴിയുകയില്ല. മദ്ഹബിന്റെ 4 ഇമാമുകൾ നിരവധി ഗ്രന്ഥങ്ങൾ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി, ഇമാം അതേപോലെ തന്നെ മാലിക് റഹ്മത്തുള്ളാഹി, ഹനഫി റഹ്മത്തുള്ളാഹി, ഹംബലി റഹ്മത്തുള്ളാഹി, ഇങ്ങനെ 4 മദ്ഹബിന്റെ ഇമാമുകൾ നിരവധി ഗ്രന്ഥങ്ങൾ അവരിലൂടെ വിരചിതമായിട്ടുണ്ട്. എന്നാൽ ഒരു ഗ്രന്ഥത്തിലും റബീഉൽ അവ്വൽ മാസത്തിൽ നിർവഹിക്കേണ്ട പ്രത്യേക കർമ്മം, അനുഷ്ഠാനം, പ്രത്യേക സ്വലാത്ത്, പ്രത്യേക ദിക്ർ എന്ന രൂപത്തിലൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തിങ്കളും വ്യാഴവും നോമ്പ് അനുഷ്ഠിക്കാം. സാധാരണ പോലെ നിർവഹിക്കുന്നത് പോലെ നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുക, റവാത്തിബുകൾ നിർവഹിക്കുക, അതേപോലെ തന്നെ മറ്റുള്ള ഇസ്ലാമികമായ നമ്മുടെ ജീവിതമൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നതിലുപരിയായിക്കൊണ്ട് മതപരമായി പുണ്യം ലഭിക്കുന്ന പ്രത്യേക കർമ്മങ്ങളൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന സാരോപദേശം സ്നേഹത്തോടെ സമൂഹ സമക്ഷം, കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും ഇതറിയാത്ത ആളുകളിലേക്കും കൺവേ ചെയ്തു കൊടുക്കേണ്ട ദഅവാ ബാധ്യത കൂടി ഈ ഒരു മാസത്തിൽ ഇസ്ലാമിക ഉമ്മത്തിലെ മിക്ക ആളുകളും അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും വിദഅത്തുകളിലൂടെയും ഒക്കെ അല്പജ്ഞാനം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും കടന്നു പോകുമ്പോൾ അവരെ ഗുണകാംക്ഷയോടെ തിരുത്തേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ ഹിദായത്തിന് സ്ഥൈര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മധർമ്മങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനീ ജീവിതത്തിന് കൂടുതൽ ഖൈർ നൽകുമാറാകട്ടെ. പ്രാമാണികമായ പ്രതലത്തിൽ നിന്നുകൊണ്ട് മരിക്കുന്നതുവരെ ഇസ്ലാമിന്റെ സർവ്വ വിധിവിലക്കുകളും പ്രാവർത്തികമാക്കുവാനുള്ള ദീനീ ഉത്ബുദ്ധത അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിങ്ങൾ ചർച്ചക്കെടുക്കുമ്പോൾ ആഗോളതലത്തിൽ അനേക ലക്ഷം അഭയാർത്ഥികളായി തീർന്നവർ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവർ, ജന്മനാട് വിലക്കിയവർ, ആ ജന്മനാട്ടിൽ ഒന്നുമല്ലാതെ ജീവൻ ഹോമിക്കപ്പെടുന്ന ആളുകൾ, പലസ്തീനും വെസ്റ്റ് ബാങ്കും ഗസയും അതേപോലെ തന്നെ റോഹിംഗ്യയും അറാക്കൻ പ്രദേശവും ഉയ്ഗൂർ വംശജരും, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട മനുഷ്യരൊക്കെ നമ്മുടെ മനസ്സിലേക്ക്, മനോമുകുരത്തിലേക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നിർഭയത്വം നൽകുമാറാകട്ടെ. അവർക്കെല്ലാം പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നിഷേധിക്കപ്പെടുന്ന മനുഷ്യാവകാശ ദംശനങ്ങളിൽ നിന്ന് അള്ളാഹു അവരെയും നമ്മെയും സംരക്ഷിക്കുമാറാകട്ടെ. നീതിയും സമാധാനവും ധർമ്മവും സ്വാതന്ത്ര്യവും പൂർണ്ണമായി നിറവേറ്റപ്പെടുന്ന പരിതസ്ഥിതി പടച്ചറബ് നമ്മുടെ രാജ്യത്തിനും ജീവിക്കുന്ന പ്രദേശങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭരണാധികാരികൾക്ക് അല്ലാഹു വിവേകം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر المظلومين في جميع انحاء العالم
اللهم انصر المظلومين في غزة وفي فلسطين وفي بستبان، اللهم انصر المظلومين في إيران ولبنان، اللهم انصر المظلومين في الشرق الأوسط وفي الخليج، اللهم دمر من دمره، أهلك من أهلكه. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل دعاءنا، ربنا تقبل صالح أعمالنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وآخر دعوانا أن الحمد لله رب العالمين.